ഹായ് ഹലോ ജസിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളുമായിട്ട് എൻ്റെ ഒരു യൂട്യൂബ് ജേർണി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. കുറേ പേര് എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട്, ജസിയമ്മ മോണിറ്റൈസ് ആയോ, വരുമാനം കിട്ടി തുടങ്ങിയോ, എത്ര കിട്ടും, എന്തൊക്കെയാണെന്ന്. അപ്പം യൂട്യൂബിൻ്റെ ഒരു പോളിസി വെച്ചിട്ട് നമുക്ക് എത്രയാണ് കിട്ടിയെന്ന് നമ്മളങ്ങനെ പബ്ലിക്കിൽ പറയാൻ പാടില്ല. അപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് യൂട്യൂബ് മോണിറ്റൈസാക്കി തന്നു. എനിക്ക് ഒരു വരുമാനം അതിൽ നിന്ന് കിട്ടി തുടങ്ങി. അപ്പം എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങുമെന്നോ എനിക്കിതിൽ നിന്നൊരു വരുമാനം കിട്ടുമെന്നോ ഒന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അതാണ് വാസ്തവം. ഒരു ദിവസം ഞാൻ വെറുതെ മോനോട് പറഞ്ഞതാണ്, മോനെ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മയെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നോക്കാം, ഞാനത് തുടങ്ങിയാലും നിങ്ങളാണല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതുകൊണ്ട് ഞാനൊന്ന് ശ്രമിക്കാമെന്ന് മാത്രമേ ഞാനവനോട് പറഞ്ഞുള്ളൂ. എനിക്ക് നല്ല ചുമയുണ്ട് കേട്ടോ, ചുമയുണ്ട്, ജലദോഷത്തിൻ്റെ ഒരു വാട്ടമുണ്ട് മൂത്ത്. അങ്ങനെ എന്തായാലും ഫസ്റ്റ് വീഡിയോ അമ്മയും മക്കളുമായിട്ട് ഇട്ടു. അത് നല്ല അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടി. അപ്പം ഞാൻ മോനോട് പറഞ്ഞ് പറ്റും, എനിക്ക് വീഡിയോ ഒക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മതി, ഞാൻ ശ്രമിക്കാം ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ എന്തായാലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ അവർ എൻ്റെ ഒപ്പം നിന്നു. എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നതെല്ലാം അവർ രണ്ടുപേരുമാണ്. എൻ്റെ മോളാണെങ്കിൽ 2 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് അവൾ എത്ര തിരക്കിനിടയ്ക്ക് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് തരും. മോൻ ജോലി കഴിഞ്ഞ് വന്ന് രാത്രിയൊക്കെ അവനാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമാണ്. എനിക്ക് ഈ ഒരു നന്മയൊക്കെ ഇതിൽ നിന്ന് കിട്ടി തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊക്കെ ഒരു സാധാരണ ഫാമിലിയിലുള്ളതാണ്, ഭയങ്കര റിച്ചായിട്ടുള്ള ഫാമിലിയിലുള്ളതൊന്നുമല്ല. അപ്പോൾ നമുക്കൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഞാനിത് തുടങ്ങിയത്. പക്ഷേ അത് ഞാൻ തുടങ്ങി കുറച്ച് നാളുകൾക്കകം അങ്ങനെ ഒരു വരുമാനം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ കരുണ. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ എൻ്റെ എത്രയോ നാളുകൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഉണ്ട് കേട്ടോ, നമുക്ക് ഉള്ള കാര്യവും ഇല്ലാത്തവരെല്ലാം പറയണം. അപ്പം ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ, എൻ്റെ 2 മക്കൾ, ഇത്ര പേരുമായിരുന്നു ഞങ്ങളൊരു വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു വരുമാനം ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും അമ്മയും പപ്പയുടെയും തണലിങ്ങനെ ജീവിച്ച് വരവേ മക്കൾ വളർന്നു, മോന് ജോലിയായി, മോള് പാട്ടുകാരിയായി, അവർക്കൊരു നല്ല വരുമാനം കിട്ടി തുടങ്ങി. അവർ എന്നെ പൊന്നുപോലെ നോക്കും, എനിക്കൊന്നിനും കുറവ് വരുത്താതെ അവരെന്നെ നോക്കുന്നുണ്ട്, അവർ നോക്കും. പക്ഷേ എങ്കിലും എനിക്കൊരു എൻ്റെ മോൻ അവൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് എൻ്റെ അക്കൗണ്ടിലാണ് അവൻ പൈസയൊക്കെ ഇടുന്നതും എടുക്കുന്നതും എല്ലാം. അവൻ്റെ ഈ അക്കൗണ്ട് എല്ലാം എനിക്കറിയാം, എല്ലാം എന്നിൽ കൂടിയാണ് അതൊക്കെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് എല്ലാ പൈസയെല്ലാം ഞാനിങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ആദ്യമായിട്ട് എൻ്റെ എന്ന് പറഞ്ഞൊരു 10 പൈസ വന്നപ്പോൾ സത്യമായിട്ടും അതിൻ്റെ ഒരു സന്തോഷം അത് എത്രയാണെന്ന് നമുക്ക് പറഞ്ഞാൽ മതി വരത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് ഒറ്റൊരു സങ്കടമേ ഉള്ളൂ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു വരുമാനമൊക്കെ ആയി തുടങ്ങിയപ്പോൾ എൻ്റെ പപ്പ ഈ ലോകത്തിൽ ഇല്ലല്ലോ. കോവിഡ് വന്നപ്പോൾ പപ്പ കോവിഡ് എടുത്തുകൊണ്ട് പോയി, അങ്ങനെ പറയാൻ പറ്റും. അപ്പം മോളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു നന്മയും കാണാതെ വിഷമത്തോടെ ആണ് പപ്പ പോയത്. പക്ഷേ ഇന്ന് എനിക്ക് ഒരു വരുമാനം ലഭിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പം എൻ്റെ അമ്മയും പപ്പയും ഗവൺമെൻറ് ജോലിക്കാരായിരുന്നു. ഞങ്ങൾ 2 മക്കളും അത്യാവശ്യം പിന്നെ അല്ലലൊന്നും ഇല്ലാതെ തന്നെയാണ് കഴിഞ്ഞത്. എങ്കിലും എൻ്റേതായ ഒരു 10 പൈസ എടുത്ത് എൻ്റെ അപ്പയ്ക്ക് കൊടുക്കാനോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമായത് എന്തെങ്കിലും അമ്മയുടെ ഇഷ്ടം അറിഞ്ഞ് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ
മോളെന്നുള്ള നിലയിൽ ഇന്നെനിക്ക് സാധിക്കുന്നുണ്ട്. ഇന്നെനിക്ക് സന്തോഷമാണ്. എൻ്റെ അക്കൗണ്ടിൽ എൻ്റേതായ പൈസ കിടപ്പുണ്ട്, അല്ലെങ്കിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് എടുക്കുന്നു. എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയൊരു കാര്യമാണ്. ഇന്ന് എനിക്ക് ഇതുവരേക്കും എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾ തന്നെയാണ് എനിക്ക് സാധിപ്പിച്ചു തരുന്നത്. അതിനൊക്കെ ഞാൻ ദൈവത്തിനാണ് നന്ദി പറയുന്നത്. എൻ്റെ കഴിവോ മിടുക്കൊന്നുമല്ല, സർവ്വശക്തൻ്റെ ഒരു കാരണം എൻ്റെ മേലുണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ മടുത്തു പോകാതെ, നിങ്ങൾക്കൊരു ഏണിങ്സ് അതിൽ നിന്ന് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ വീഡിയോ ചെയ്യുക. നമ്മളെന്ത് ചെയ്താലും അതിൽ മറ്റുള്ളവർക്ക് നമ്മളിതിനകത്ത് പല കാര്യങ്ങൾ പറയുകയും ചെയ്യും. പക്ഷേ എന്തിലും മറ്റുള്ളവർക്കത് കണ്ടാൽ ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ വ്യൂസ് കൂടുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല കമൻറ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, കമൻറ്റൊക്കെ എഴുതി വേദനിപ്പിക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. നല്ലത് പറയുന്നവരുണ്ട്, മോശം പറയുന്നവരും ഉണ്ട്. എല്ലാവരും സുഹൃത്തുക്കളായിരിക്കണമെന്നില്ല കേട്ടോ, അതും പറയാം. നമുക്ക് കുറച്ച് സുഹൃത്തുക്കൾ നമ്മളിതിൽ വരുമ്പോൾ കിട്ടും. കാലം മുന്നോട്ട് പോകെ അതെല്ലാം ഇങ്ങനെ ഭിന്നിച്ച് ആ വലിയൊരു കൂട്ട് പിന്നെ ചെറുതായി വന്നു തുടങ്ങും. അതാരുടെയും കുറ്റമല്ല, അത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കരുത്. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമായിരിക്കണം. നമ്മൾ വീഡിയോ ചെയ്യുക, നമുക്കൊരു വരുമാനം കണ്ടെത്തുക, മറ്റുള്ളതെല്ലാം അതിന് പുറത്ത് നിൽക്കുകയുള്ളൂ. എങ്ങനെ പറയുമ്പോഴും എൻ്റേതായ ഒരു രീതിയിൽ എങ്ങനെയാണോ മുന്നോട്ട് പോകാൻ കഴിയുക, ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ. പിന്നെ രാവിലെ ദൈവവചനം ഞാൻ എല്ലാ ദിവസവും കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഒരു ദൈവവചനവും ഒരു ഗുഡ് മോർണിംഗും ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അതുപോലും ആക്ഷേപിച്ചവരുണ്ട്, കളിയാക്കിയവരുണ്ട്. ദൈവവചനം ഇടുന്ന എന്ന് ദൈവവചനം. പക്ഷേ ഞാനതുകൊണ്ട് നിർത്തിയില്ല. കാരണം ഇതിൽ എൻ്റെ പേരിലുള്ളൊരു ചാനലാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ പോസ്റ്റ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അതെൻ്റെ മാത്രം തീരുമാനമാണ്. അപ്പോൾ അതിലിപ്പോൾ മറ്റാരെങ്കിലും വന്ന് അഭിപ്രായം പറഞ്ഞാലും ഒരുപക്ഷെ നല്ല അഭിപ്രായമാണെങ്കിൽ ഞാനത് കൈക്കൊള്ളും, അല്ലെങ്കിൽ ഞാനതിനെ തള്ളിക്കളയും. പക്ഷേ എൻ്റേതായ രീതികളുമായിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ഓരോ ദിവസവും ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ വേദന കേട്ടാൽ അതിൽ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എത്രയോ പേര് യൂട്യൂബ് എൻ്റെ ചാനലിൽ വന്നിട്ട് പറയും, ജെസിയമ്മ ഇന്ന വിഷയമുണ്ടോ, എനിക്കും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാൻ നമുക്ക് പാടില്ല. നമ്മളോട് അവരുടെ വേദനയിൽ ഒന്ന് പ്രാർത്ഥിച്ച് സഹായിക്കണമെന്ന് പറയുമ്പം നമുക്ക് മറ്റ് ചിലവൊന്നും ഇല്ലാത്ത കാര്യമില്ല, നമ്മളത് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവരെന്നോട് പ്രാർത്ഥിച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞു എന്ന് പറയും, ജെസിയമ്മേ ആ ഒരു കാര്യം പ്രാർത്ഥിച്ച് സഹായിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഇന്ന കാര്യം ഇന്നതുപോലെയൊക്കെ എന്നൊക്കെ സന്തോഷം എന്നോട് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എന്താണോ അത് തന്നെയാണ് ഞാൻ ഇവിടെ. അല്ലാതെ എനിക്ക് വേറൊരു മുഖം കാട്ടാൻ എനിക്കറിയില്ല. കാരണം എന്നെ തന്നെയല്ലേ നിങ്ങളിങ്ങനെ കാണുന്നു. അപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലും വേറൊരു പൊയ്മുഖം കാണിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാൻ പറ്റും. ഞാൻ എന്നെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെന്താണെന്ന് പറഞ്ഞാൽ, ഒത്തിരി എന്നെ സബ്സ്ക്രൈബ് ചെയ്തും എനിക്ക് കമൻ്റ് ഇട്ടൊക്കെ എന്നെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. അവർ ഒരാളോ രണ്ടാളോ അങ്ങനെ പറഞ്ഞാലൊന്നും എനിക്ക് പോരാ. കാരണം അത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തവരൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. എപ്പോഴാണ് നിങ്ങൾക്ക് മോണിയാവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ പ്രയത്നം നമ്മൾ ഓരോ ദിവസവും മടുത്തു പോകാതെ ഇങ്ങനെ ചെയ്യണം. എൻ്റെ ഒരു
പിന്നെ പ്രയത്നം എനിക്ക് തീർച്ചയായിട്ടും ദൈവം എനിക്കതിനൊരു ഫലം തന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം, പ്രവർത്തിക്കണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ നമ്മൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. എന്താണെന്നറിയോ, എനിക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം കണ്ടെത്താൻ ദൈവം വച്ചിരുന്ന സമയം ഇത്രയും പ്രായം ആയപ്പോഴാണ്. അതാണ് അതിൻ്റെ ഒരു, നിങ്ങളൊക്കെ അതൊന്ന് ഓർത്തോണം. ഇത്രയും എൻ്റെ ഈ വയസ്സുകളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ നല്ല ചെറുപ്പമായിട്ടിരുന്ന അവസരത്തിലൊന്നും എനിക്ക് 10 പൈസയുടെ ഒരു വരുമാനം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വന്ന സമയത്ത് ഇന്ന് എൻ്റേതായ ഒരു പൈസ എടുക്കാൻ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ എൻ്റേതായ പൈസ വരുന്നു. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. ആരെയും കുറ്റപ്പെടുത്താനുമില്ല, ആരെയും ഒന്നും പറയാൻ ഞാനില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന, നമ്മളെ ആരെങ്കിലും പറയുകയോ വേദനിപ്പിക്കുകയൊക്കെ ചെയ്താലും നമ്മളവരെ ഞാനൊന്നും പറയാൻ പോകത്തില്ല. കാരണം അതൊക്കെ ചെയ്യുന്നവർ പറയുന്നവർ അത് ദൈവം നോക്കിക്കോളും എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ദൈവത്തോട് എനിക്ക് ഒറ്റ കാര്യമേ പ്രാർത്ഥിക്കാനുള്ളായിരുന്നു. നമുക്ക് ആർക്കും ദോഷം ചെയ്യാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുമോ ദൈവമേ, ആ വഴിയിൽ എന്നെ നടത്തണമെന്ന് മാത്രം, അതാണ് എൻ്റെ പ്രാർത്ഥനയായിരുന്നു. പക്ഷേ ഇന്ന് ദൈവം ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും അപ്പുറമായിട്ട് എല്ലാം തന്നു നടത്തുന്നു. അത് എൻ്റെ യൂട്യൂബ് സുഹൃത്തുക്കളോടും എന്നെ കാണുന്ന അല്ലാത്തവരോടും എല്ലാവരോടും എനിക്കതേ പറയാനുള്ളൂ. ഈ ഭാഗ്യങ്ങളെല്ലാം തന്ന ദൈവത്തിനാണ് എൻ്റെ നന്ദി. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ജെസ്സി അമ്മയെന്ന് വിളിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് ഒത്തിരി സന്തോഷമാണ്, സ്നേഹവും സന്തോഷവും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. കമൻ്റൊക്കെ ഇടുന്ന ഒത്തിരി പുതിയ പുതിയ ആൾക്കാർ എനിക്ക് കമൻ്റൊക്കെ ഇടുമ്പോൾ ഞാൻ, ജെസ്സിയമ്മ ഇന്ന സ്ഥലത്ത് ഇട്ട കമൻറ്റ് ഇഷ്ടമായി, അതങ്ങനെയാണ് ജെസ്സിയമ്മയുടെ ചാനൽ തേടി വന്നത്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എന്തായാലും എന്നെ സപ്പോർട്ട് ഇതുവരെ ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ മക്കളോടും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളും ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളും മടുത്തു പോകാതെ നിങ്ങൾ വളരെ അതിനൊരു സീരിയസ്നെസ് കൊടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുക. നിങ്ങൾക്കും കിട്ടും വരുമാനം. എല്ലാവർക്കും വരുമാനം കിട്ടണം. എല്ലാവരും ഒരു വരുമാനം കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് മാത്രം കിട്ടിയാൽ മതി അങ്ങനെ ആഗ്രഹിക്കുന്നൊരു പ്രകൃതമേ അല്ല എൻ്റെത്. എല്ലാവരും വളരട്ടെ, എല്ലാവർക്കും ചാനൽ. പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഗുണവുമില്ല. നമ്മുടെ വാച്ച് അവർ പെട്ടെന്ന് കയറിയാൽ നമ്മൾ പെട്ടെന്ന് മോണിയാകും. എനിക്ക് ഇഷ്ടമുള്ള വാച്ച് അവർ പെട്ടെന്നായി. എനിക്കിപ്പോഴും എന്നെ വിശ്വസിക്കാൻ വയ്യ. അത് എനിക്കറിയത്തില്ല. എന്തായാലും ദൈവം എനിക്കിങ്ങനെ ഒരു ഭാഗ്യവും ഒരു നന്മയും തന്നു. അതിന് ഞാൻ എല്ലാവരോടും, യൂട്യൂബ് സുഹൃത്തുക്കളോടും, ഞങ്ങളുടെ സഭയിലെ ഞങ്ങളുടെ പാസ്റ്റർ, സഭയിലെ വിശ്വാസികൾ എല്ലാവരും എൻ്റെ ഈ ഒരു വളർച്ചയിൽ അവരെൻ്റെ ഈ വളർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഹസ്ബൻഡൊക്കെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് എത്ര മറ്റുള്ളവർ തന്നാലും നമ്മുടേതായ ഒരു വരുമാനം കയ്യിലില്ലാതെ ഇരിക്കുമ്പോഴും എപ്പോഴും എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ കടന്നു പോയിട്ടുള്ളവർക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാകും. പക്ഷെ അതിന്നെല്ലാം എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എൻ്റേതായ പൈസ വരുന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. ഈ ഒരു സന്തോഷം നിങ്ങളും അറിയണം എന്ന് വിചാരിച്ച്, ഇത് കുറച്ച് നാളിന് മുമ്പ് ഞാൻ ഇടേണ്ട വീഡിയോ ആണ്. പിന്നെ എനിക്ക് മടിയാണ് സത്യം പറഞ്ഞാൽ. ഈ ഓരോരുത്തരെ ഞാൻ കണ്ടിട്ടുണ്ടോ നോട്ടൊക്കെ ഇങ്ങനെ വിടർത്തി ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്, എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത്. എന്തായാലും നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്കും ദൈവം ഈ ഭാഗ്യം തരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഈ ഒരു കാര്യം നിങ്ങളോടൊന്ന്
ഷെയർ ചെയ്യണമെന്ന് ഞാൻ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്കതിന് പറ്റിയത്. എനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ മക്കളെ അറിയിക്കാതെയുള്ള ഒരു കാര്യം എനിക്കില്ല. കാരണം അവരാണല്ലോ എൻ്റെ എല്ലാ കാര്യങ്ങളും. ഞാൻ എന്ത് ആശിച്ചാലും അവരെനിക്ക് വാങ്ങി തരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയും ഇത് സന്തോഷമായിട്ട് ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. പറ്റുന്നിടത്തോളം ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ട്. അതൊക്കെ പിന്നാലെ ഞാൻ പറയാം. വരുമാനമൊക്കെ ഇനി വർദ്ധിക്കുന്നതിനനുസരിച്ച് അതൊക്കെ ചെയ്യാം. അതൊക്കെ പിന്നെയുള്ള കാര്യം. എന്തായാലും ഈ ഒരു കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് ആഗ്രഹിച്ചിട്ട് നടന്നില്ല. അപ്പം എന്തായാലും ഇപ്പോഴെങ്കിലും നിങ്ങളോട് ഞാനത് പറയണ്ടേന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വിശേഷം, എൻ്റെ ചെറിയ വീഡിയോ. അപ്പോൾ ഇനി എൻ്റെ ചാനൽ കാണുന്ന നിങ്ങളെല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്. താങ്ക് യു ഓൾ.